വിരമിക്കൽ ആനുകൂല്യം ലഭിക്കാത്തതിനെ തുടർന്ന് PF ഓഫീസിൽ പെൻഷനർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ EPF ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്തു. ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റ് ശിവരാമൻ ഹാജരാക്കിയില്ലെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ശിവരാമൻ്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിനും ഒരുങ്ങുകയാണ് ഉന്നത പ്രൊവിഡന്റ് ഫണ്ട് ഉദ്യോഗസ്ഥന്മാർ. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് PF ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെ പോലീസിനോട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2019 ഓൺലൈനായി മാത്രമാണ് ശിവരാജൻ ഇത്തരത്തിലൊരു PF ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ നൽകിയത്. അതിൽ ആധാർ കാർഡ് വിവരങ്ങളാണ് ചേർത്തത്. ആധാർ കാർഡിലെ ജനന തീയതിയും യഥാർത്ഥ ജനന തീയതിയും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇത്തരത്തിൽ ഈ PF ആനുകൂല്യം നിഷേധിക്കാനുള്ള കാരണമായി അവർ പോലീസിനോടും ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. അതിന് അനുബന്ധ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അവർ ആവശ്യപ്പെട്ടത് സ്കൂളിലെ സർട്ടിഫിക്കറ്റാണ്. പക്ഷേ ശിവരാജൻ പഠിച്ച സ്കൂളിൽ ഈ ശിവരാജൻ പഠിച്ച കാലത്തെ രേഖകളെല്ലാം ചിതലരിച്ചു പോയി എന്നുള്ളതാണ് സ്കൂളിന്റെ വിശദീകരണമെന്നാണ് ശിവരാജന്റെ കുടുംബം കഴിഞ്ഞ ദിവസം പോലീസിനെ അറിയിച്ചത്. അതുകൊണ്ട് അത് കൃത്യമായ ആ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇതിൽ വലിയൊരു കാലതാമസം നേരിട്ടു എന്നുള്ളതാണ്. അത് സാങ്കേതികമായ കാരണങ്ങൾ തന്നെയാണ് ഈ PF ഉദ്യോഗസ്ഥർ പോലീസിന് മുന്നിലും നൽകിയിരിക്കുന്നത്. എന്തായാലും അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുടുംബത്തിന്റെ മൊഴി അടുത്ത ദിവസങ്ങൾ ഇന്നോ നാളെയോ രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഇതുകൂടാതെ ക്രൈംബ്രാഞ്ചിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഒക്കെ ഒരു തെളിവെടുപ്പ് ഇന്നലെ PF ഓഫീസിൽ നടന്നിരുന്നു. അതടക്കമുള്ള രേഖകൾ, ഡിജിറ്റൽ രേഖകളടക്കം കൃത്യമായി പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. വിവിധ പെൻഷൻ സംഘടനകൾ ഈ ഓഫീസിനെതിരെ, റീജിയണൽ ഓഫീസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കൂടി രംഗത്ത് എത്തിയിട്ടുമുണ്ട്. എസ്കെ. അശ്വിൻ പാലാഴി.